ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷർ CMA മലയാളം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ CMA ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പർ 11 ഇൻഡയറക്റ്റ് ടാക്സേഷനിലെ കസ്റ്റംസ് ലോ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ കസ്റ്റംസ് ലോയുടെ ഫസ്റ്റ് സ്റ്റഡി നോട്ടാണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ എന്താണ് കസ്റ്റംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രഡീഷണലായിട്ട്, അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ഒരു കച്ചവടക്കാരന് ആ ഒരു പർട്ടിക്കുലർ രാജാവിൻ്റെ രാജ്യത്ത് കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യാനുള്ള അനുമതിയൊക്കെ കൊടുത്ത് പുള്ളി കച്ചവടമൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ കച്ചവടക്കാരൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് അവിടുത്തെ രാജാവിന് എന്തെങ്കിലും ഗിഫ്റ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൊടുക്കുമായിരുന്നു. അത് ജസ്റ്റ് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം. അങ്ങനെ ആ ഗിഫ്റ്റ് കൊടുത്തിരുന്ന ആ ഒരു കസ്റ്റമറി പ്രാക്ടീസിനെ, അത് ട്രഡീഷണൽ ടേമിൽ നമ്മൾ അതിനെ ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ മോഡേൺ ടൈമിൽ അതൊരു പർട്ടിക്കുലർ അതോറിറ്റി കളക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേര് കസ്റ്റംസ് ഡ്യൂട്ടി എന്നാണ്. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മറ്റേതെങ്കിലും രാജ്യത്തെ ഇമ്പോർട്ടർക്ക് നമ്മുടെ രാജ്യത്ത് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് മറ്റു രാജ്യത്തെ ഗുഡ്സ് ആവശ്യമുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രിയിലേക്ക് മറ്റൊരു രാജ്യത്തെ സാധനം വരുമ്പോഴത്തേക്കും നമ്മൾ അതിനിവിടെ പേ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കസ്റ്റംസ് ഡ്യൂട്ടി എനാക്ട് ചെയ്തിരിക്കുന്നത് പാർലമെൻ്റ് ആണ്, 1962 അപ്പോൾ ആസ് പെർ കസ്റ്റംസ് ആക്ട് 1962 പ്രകാരം സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആയിരുന്നു പണ്ടത്തെ കാലത്ത്. അതായത് നേരത്തെ CBENC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കളക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ റീനെയിം ചെയ്തിരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് CBIC എന്നാണ് നമ്മളിപ്പോൾ അതിനെ റീനെയിം ചെയ്തിരിക്കുന്നത്. ഇവർക്കാണ് എന്തെങ്കിലും റെഗുലേഷൻസ് കൺസിസ്റ്റൻറ്റ് വിത്ത് പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്, ഈ ഒരു ആക്ട് പ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അനുമതിയൊക്കെ ഉള്ളത് ഈ CBICയിലെ ആളുകൾക്കാണ്. ഇനി ഇതിനെ നമ്മുടെ കസ്റ്റംസ് ലോയെ സംബന്ധിച്ച് നമ്മൾ ഇനി പഠിക്കുന്ന എല്ലായിടത്തും നമുക്ക് വരുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. അതെല്ലാം ഒന്നും പറയുന്നില്ല, നമ്മൾ കുറേയും കൂടെ സിമിലർ ആയിട്ട് എപ്പോഴും കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മീൻസ് എനി അതോറിറ്റി കോമ്പിറ്റന്റ് ടു പാസ് എനി ഓർഡർ ഓർ ഡിസിഷൻ അണ്ടർ ദിസ് ആക്ട് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. അതായത് നമ്മൾ ഈ ഒരു ആക്ട് പ്രകാരം ഓർഡർ എല്ലാം ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് നമ്മൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഇൻക്ലൂഡ് ചെയ്യില്ല, കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഇൻക്ലൂഡ് ചെയ്യില്ല, കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പാലറ്റ് ട്രൈബ്യൂണൽ CESTAT അതും ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ എന്താണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ, ഈ ഒരു ആക്ട് പ്രകാരം എന്തെങ്കിലും ഓർഡേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ അനുമതിയുള്ളവരെയാണ് നമ്മൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ പറയുന്നത്. സെക്കൻഡ് വൺ അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് മീൻസ് പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദി ടാക്സ് ലയബിലിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട്. ഈ ആക്ട് പ്രകാരം നമ്മൾ ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ ടാക്സ് ലയബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അസസ്മെൻറ്റ് വഴിയാണ്. ആ അസസ്മെൻറ്റ് നമ്മൾ ഒന്നെങ്കിൽ പ്രൊവിഷണൽ അസസ്മെൻറ്റ്, അതായത് മറ്റൊരു ആൾ നമ്മൾ അസസ് ചെയ്ത് തരുന്നതോ, അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് നമ്മൾ സ്വമേധയെ അസസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ നമ്മൾ അസസ് ചെയ്ത് വച്ചിരിക്കുന്ന സാധനത്തിനെ നമ്മൾ റീ അസസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ, അല്ലെങ്കിൽ എനി അസസ്മെൻറ്റ് ഇൻ വിച്ച് ദ ഡ്യൂട്ടി അസസ്ഡ് ഈസ് നില്ലായിട്ട് അസസ് ചെയ്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയെ നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു കാരണപ്രകാരം അസസ് ചെയ്യുന്നതോ, ഇങ്ങനെ 4 തരത്തിലാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതാണ് അസസ്മെൻറ്റ് ടേം പറയുന്നത്. നെക്സ്റ്റ് ബിൽ ഓഫ് എക്സ്പോർട്ട് ആണ്. ബിൽ ഓഫ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ, the exporter of any goods shall make entry thereof by presenting to the proper officer in case of goods to be exported by land a bill of export in the prescribed form. നമ്മൾ ലാൻഡ് വഴിയാണ് ഗുഡ്സ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ബില്ലാണ് ബിൽ ഓഫ് എക്സ്പോർട്ട്. ഇൻ കേസ് നമ്മളത് വെസലിലൂടെയോ അല്ലെങ്കിൽ അതായത് ഷിപ്പിലൂടെയോ എയർക്രാഫ്റ്റിലൂടെയോ ഒക്കെയാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ഇഷ്യൂ ചെയ്യേണ്ടതാണ് ഷിപ്പിംഗ് ബില്ല്. ഈ ഷിപ്പിംഗ് ബില്ല് എക്സ്പോർട്ടറാണ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 പ്രകാരമുള്ള റവന്യൂ ആക്ടിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ് ബോർഡ് എന്ന് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്തത് കോസ്റ്റൽ ഗുഡ്സ് എന്താണെന്ന് നോക്കാം. ദ ടേം കോസ്റ്റൽ ഗുഡ്സ് മീൻസ് ഗുഡ്സ് അതർ ദാൻ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇമ്പോർട്ടഡ് ഗുഡ്സ് അല്ലാത്ത മറ്റെല്ലാ ഗുഡ്സിനെയും നമ്മൾ പറയുന്നതാണ് കോസ്റ്റൽ ഗുഡ്സ്. കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് രാജ്യത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ഗുഡ്സിനെയാണ്. അതായത് വൺ പോർട്ട് ഇൻ ഇന്ത്യ ടു അനദർ, ഇന്ത്യയുടെ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോസ്റ്റൽ ഗുഡ്സ് ആണെന്നാണ് പറയുന്നത്. അടുത്തത് കൺവേയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് മോഡിലൂടെയാണ് ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ വെസൽ വഴിയാവാം, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വഴിയാവാം, അല്ലെങ്കിൽ ബൈ ലാൻഡ് വെഹിക്കിൾ വഴിയായിരിക്കാം. ഓക്കെ,
അടുത്തത് കസ്റ്റംസ് ഏരിയ ആണ്. കസ്റ്റംസ് ഏരിയ മീൻസ് ദ ഏരിയ ഓഫ് എ കസ്റ്റം സ്റ്റേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഏരിയ ഇൻ വിച്ച് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓർ എക്സ്പോർട്ടഡ് ഗുഡ്സ് ആർ ഓർഡിനറിലി കെപ്റ്റ് ബിഫോർ ക്ലിയറൻസ് ഓഫ് കസ്റ്റംസ് അതോറിറ്റീസ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഗുഡ്സോ നമ്മൾ കസ്റ്റംസ് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് അതിന് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി ആ ക്ലിയറൻസ് കിട്ടുന്ന ടൈം വരെ നമ്മുടെ ഗുഡ്സ് കീപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ കസ്റ്റംസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കസ്റ്റംസ് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് പോർട്ട് മീൻസ് എനി പോർട്ട് അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ എ ഓഫ് കസ്റ്റംസ് ആക്ട് ടു ബി എ കസ്റ്റംസ് പോർട്ട് ആൻഡ് ഇൻക്ലൂഡ്സ് എ പ്ലേസ് അപ്പോയിന്റഡ് അണ്ടർ 7 subsection AA of the Customs Act to be an inland container depot. അതൊന്നുമില്ല, നമ്മുടെ ലാൻഡഡ് പോർട്ട്, എവിടെയാണ് ആ ഗുഡ്സ് ലാൻഡ് ചെയ്ത് വരുന്നത് അതിനെയാണ് നമ്മൾ കസ്റ്റംസ് പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കസ്റ്റംസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് സ്റ്റേഷൻ മീൻസ് എനി കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട് ഓർ ലാൻഡഡ് കസ്റ്റംസ് സ്റ്റേഷൻ. ഏതാണ് നമ്മുടെ ആ ഗുഡ്സ് ഇറക്കുമതി നടത്തുന്ന ആ ഒരു സ്ഥലത്തെ നമ്മൾ കസ്റ്റംസ് സ്റ്റേഷൻ എന്ന് പറയുന്നു. അടുത്തത് നമുക്ക് ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്താണെന്ന് നോക്കാം. It means any goods which are chargeable to duty and on which duty has not been paid. അതായത് ഒരു പർട്ടിക്കുലർ ഗുഡ്സിന് ഡ്യൂട്ടി ഉള്ളൊരു ഗുഡ്സാണ്, അപ്പോൾ ആ ഡ്യൂട്ടി ഉള്ള ഗുഡ്സിൻ്റെ ഡ്യൂട്ടി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ ചാർജ് ചെയ്യേണ്ട ഡ്യൂട്ടി, അപ്പോൾ ഡ്യൂട്ടി ഉള്ള ഗുഡ്സിനെ നമ്മൾ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് പറയും. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നോക്കാം. ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 53 ഓഫ് കസ്റ്റംസ് ആക്ട് 1962 ആണ് പറയുന്നത്. These goods should be mentioned as transit goods in the Import General Manifest (IGM). They are allowed by customs to be transited through Indian port without any payment of duty. അത് നമ്മൾ വേറൊന്നുമല്ല, ഇന്ത്യ വഴി നമ്മൾ മറ്റൊരു കൺട്രിയിലേക്ക്, അപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വസ്തു നമ്മുടെ ഇന്ത്യൻ പോർട്ടിലൂടെ വന്ന് ശ്രീലങ്കയ്ക്കാണ് പോകുന്നത് സപ്പോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ശ്രീലങ്കയ്ക്ക് പോകുന്ന ടൈമിൽ നമ്മുടെ ഇവിടെ ഗുഡ്സ് ഒന്നും ഇറക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് മാത്രമേ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിനെ നമ്മൾ ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയും. അതിന് ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു 4 ഗുഡ്സ് ഉണ്ട്, A, B and C. അത് നമ്മൾ USA നിന്നാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ വഴി വരുന്നുണ്ട്, ഇന്ത്യയിലേക്ക് ഈ സാധനം എൻ്റർ ചെയ്തു, ആ ഷിപ്പ് എൻ്റർ ചെയ്തിട്ട് മുംബൈ പോർട്ടിൽ എയും ബി എന്ന് പറയുന്ന ഗുഡ്സ് അൺലോഡ് ചെയ്തു. എന്നിട്ട് സിയും ഡി എന്ന് പറയുന്ന ഗുഡ്സ് ഓസ്ട്രേലിയയിലേക്ക് ഷിപ്പ് ചെയ്തു. എങ്ങനെയാണ്? USA എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് 4 ഗുഡ്സ് ഉണ്ടായിരുന്നു, A, B, C and D. അതിനകത്ത് എയും ബിയും നമ്മൾ മുംബൈ പോർട്ടിൽ ഇറക്കി. പക്ഷെ ആ വഴി മുംബൈയിൽ എത്തുമ്പോഴും 4 ഗുഡ്സ് തന്നെയുണ്ട്, പക്ഷെ അൺലോഡ് ചെയ്തിരിക്കുന്നത് മുംബൈയിൽ 2 ഗുഡ്സാണ്, എയും ബിയും. എന്നിട്ട് ബാലൻസ് ഉള്ള സിയും ഡിയും നമ്മൾ ഓസ്ട്രേലിയൻ പോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാവുമ്പോൾ ഈ കേസിൽ ഏതൊക്കെ ഗുഡ്സിനെ നമ്മൾ ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് എന്നും ഏതൊക്കെ ഗുഡ്സിനെ നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്നും പറയുമെന്ന് നോക്കാം. ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഗുഡ്സ് ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ അൺലോഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിനെ നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് പേജ് നമ്പർ 357 എക്സാമ്പിൾ 1 നോക്കാം. വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. എ വെസൽ ഭീഷ്മ സെയിലിംഗ് ഫ്രം USA to Australia via India carries various type of products, namely A, B, C and D. A and B are destined to Mumbai port. On account of submission of bill of transshipment, product A transshipped to Chennai port as ultimate destination in India, and product B transshipped to Sri Lanka. ഇനി ഇതിനകത്ത് അതായത് ഇന്ത്യയിലെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന, അതായത് ഇന്ത്യയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ കേസിൽ പ്രൊഡക്റ്റ് എ നമ്മൾ ട്രാൻസ്ഷിപ്പ് ചെയ്യുന്നത് ചെന്നൈയിലേക്കാണ്, അവിടെയാണ് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് പ്രൊഡക്റ്റ് എ എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആയിരിക്കും. ഇനി ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ അൺലോഡ് ചെയ്തിരിക്കുന്ന ഗുഡ്സിനെ നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നു. ഇന്ത്യയിൽ നമ്മൾ അൺലോഡ് ചെയ്തിരിക്കുന്നത് എയും ബിയും ആണ്. സോ A and B ആർ കോൾഡ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഇനി സിയും ഡിയും നമ്മൾ ഇന്ത്യയിലൂടെ വന്ന് നമ്മൾ ഓസ്ട്രേലിയയിലേക്കാണ് വിടുന്നത്, അതിനെ നമ്മൾ ട്രാൻസിറ്റ് ഗുഡ്സ് എന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സും. ഇനി അടുത്ത് നമുക്ക് പേഴ്സൺസ് ഇൻ ചാർജ് നോക്കാം. പേഴ്സൺസ് ഇൻ ചാർജ് ജസ്റ്റ് ഒന്ന് വായിക്കുക. നമ്മുടെ വെസലിലെ പേഴ്സൺ എന്ന് പറയുന്നത് മാസ്റ്ററാണ്, എയർക്രാഫ്റ്റിലെ കമാൻഡർ ഓർ പൈലറ്റ് ഇൻ ചാർജ് ആണ്, ട്രെയിനിലെ കണ്ടക്ടർ ഓർ ഗാർഡാണ്, വെഹിക്കിളിലെ ഡ്രൈവറാണ്, അതർ കൺവെയൻസിലെ പേഴ്സൺ ഇൻ ചാർജ്. ഇവിടെ ആ പറയുന്ന കൺവെയൻസിലെ പർട്ടിക്കുലർ വ്യക്തി ഏതാണോ അതാണ് പേഴ്സൺ ഇൻ ചാർജ് ആയിട്ട് വരുന്നത്.
ഇനി ഹൈ സീസ് ഇനി പറയുന്ന ഒരു 3 പോയിന്റ് നമ്മുടെ വൺ വേർഡിൽ എപ്പോഴും ചോദിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് അറിയുക. ഫസ്റ്റ് ഹൈ സീസ് എന്ന് പറഞ്ഞാൽ ആൻ ഏരിയ ബിയോണ്ട് 200 നോട്ടിക്കൽ മൈൽസ് ഫ്രം ദി ബേസ് ലൈൻ ഈസ് കോൾഡ് ഹൈ സീസ്. ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് ബിയോണ്ട് ഉള്ള ഏരിയാസിനെയാണ് നമ്മൾ ഹൈ സീസ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എക്സ്റ്റെൻഡ് ടു 200 നോട്ടിക്കൽ മൈൽസ് ഫ്രം ദി ബേസ് ലൈൻ. ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നവനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അതിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.1515 മൈൽസ് അല്ലെങ്കിൽ 1.853 കിലോമീറ്റർ. ഈ മൈൽസിൻ്റെ ആ ഒരു നോട്ടിക്കൽ മൈൽ എത്ര മൈൽസ് ആണെന്നും എത്ര കിലോമീറ്റേഴ്സ് ആണെന്നും അറിഞ്ഞിരിക്കണം. വൺ വേർഡ് വരുന്നതാണ്. അപ്പോൾ 1 നോട്ടിക്കൽ മൈൽസ് എന്ന് പറഞ്ഞാൽ 1.1515 മൈൽസും അല്ലെങ്കിൽ 1.853 കിലോമീറ്റേഴ്സിനെയാണ് പറയുന്നത്. അടുത്ത ഡൊമസ്റ്റിക് താരിഫ് ഏരിയ എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് ഹോൾ ഓഫ് ഇന്ത്യ but does not include the areas in the special economic zone or 100% economic export oriented units. 100% export oriented unitsനെയോ സ്പെഷ്യൽ ഇക്കണോമിക് സോണിനെയോ നമ്മൾ ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ ഏരിയാസിനെയും നമ്മൾ ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഹെഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ലെവി ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടീസ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് സിറ്റുവേഷൻ വരുന്നത് ടാക്സബിൾ ഇവന്റ് ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ടാക്സബിൾ ഇവന്റ് എപ്പോഴാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് അൺലോഡിങ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് അറ്റ് ദി കസ്റ്റംസ് പോർട്ട്. നമ്മുടെ ഗുഡ്സ് വന്നു, നമ്മളത് കസ്റ്റംസ് പോർട്ടിൽ അൺലോഡ് ചെയ്തതേ ഉള്ളൂ. അൺലോഡ് ചെയ്യുമ്പോൾ അതൊരു ടാക്സബിൾ ഇവന്റ് അല്ല. അവിടെ ഒന്നും നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടിയിലേക്ക് അത് എൻ്റർ ചെയ്തിട്ടില്ല. ഇനി ഡേറ്റ് ഓഫ് എൻട്രി ഇൻറ്റു ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ വെസൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ടാക്സബിൾ ഇവൻ്റ് അല്ല. ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി. നമ്മൾ കസ്റ്റംസിൽ എടുത്ത് ക്ലിയറൻസിന് വേണ്ടി നമ്മുടെ ബിൽ ഓഫ് എൻട്രി പ്രസൻറ്റ് ചെയ്തു, അതും ഒരു ടാക്സബിൾ ഇവൻ്റ് അല്ല. പക്ഷേ ഏതാണ് ടാക്സബിൾ ഇവൻ്റ് എന്ന് ചോദിച്ചാൽ ഡേറ്റ് ഓൺ വിച്ച് ദ ഗുഡ്സ് ക്രോസസ് ദി കസ്റ്റംസ് ബാരിയർ. നമ്മുടെ കസ്റ്റംസ് ബാരിയർ വൺസ് നമ്മുടെ ഗുഡ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇവൻറ്റിനെ നമ്മൾ ടാക്സബിൾ ഇവൻ്റ് ആയിട്ടും ആ കേസിൽ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുകയും ചെയ്യും. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. An importer imported some goods for subsequent sale in India at $10,000 as assessable value basis. Relevant exchange date and rate of duty are as under. Date of submission of bill of entry നമുക്ക് തന്നിട്ടുണ്ട് 25th February 2018 ആണ്. Date of entry inwards grant to the vessel 5th March 2018 ആണ്. കാൽക്കുലേറ്റ് ദി അസസബിൾ വാല്യൂ ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ഇൻ ഇന്ത്യൻ റുപ്പീസ്. ഇന്ത്യൻ റുപ്പീസിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഡേറ്റ് ആണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇനി പഠിക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇത്രയുള്ള ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി കണ്ടുപിടിക്കേണ്ടത് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർഡ്സ് ഗ്രാൻഡഡ് ടു ദി വെസൽ വിച്ച് എവർ ഈസ് ലേറ്റർ. ഇതിൽ ഏത് ഡേറ്റ് ആണോ ഏറ്റവും ലേറ്റർ ആയിട്ട് വരുന്നത് ആ ലേറ്റർ ഡേറ്റിലെ കസ്റ്റംസ് ഡ്യൂട്ടി ആയിരിക്കും, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഏറ്റവും ലേറ്റർ ഡേറ്റ് എന്ന് പറയുന്നത് 25th ഫെബ്രുവരിയും 5th മാർച്ചുമാണ് ഉള്ളത്. സോ ലേറ്റർ ഡേറ്റ് എന്ന് പറയുന്നത് 5th മാർച്ചാണ്. സോ 5th മാർച്ചിലെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് ഏതെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് നമ്മുടെ CBIC ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അതായത് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രിയിൽ നമുക്ക് എത്ര എക്സ്ചേഞ്ച് റേറ്റ് ആണോ CBIC പറഞ്ഞിരിക്കുന്നത് ആ റേറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എടുക്കുമ്പോഴാണ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഓർ ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർഡ്സ് ഗ്രാൻഡഡ് ടു ദി വെസൽ വിച്ച് എവർ ഈസ് ലേറ്റർ നമ്മൾ എടുക്കുന്നത്. അല്ലാത്ത സിറ്റുവേഷനിൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത ഡേറ്റിലെ CBICയുടെ എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ CBICയുടെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 58 rupees ആണ്. സോ 58 rupees ആയിരിക്കും നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡോളറിനെ നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. $10,000 ഇൻറ്റു 58 ചെയ്യുമ്പോൾ 5,80,000 rupees കിട്ടും. അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി 12% ആണ് നമ്മൾ എടുക്കുന്നത്. സോ 5,80,000 12% 69,600. ദെൻ നെക്സ്റ്റ് സോഷ്യൽ വെൽഫെയർ ചാർജ്. അത് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും സോഷ്യൽ വെൽഫെയർ ചാർജ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% കാണണം. സോ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 69,600 ആണ്. 69,600ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6,960.
ഇനി IGST നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവരൊരു അസംഷനിലാണ് 18% എടുത്തിരിക്കുന്നത്. IGST അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ ചാർജിൻ്റെ 18%, 1,18,181. അപ്പോൾ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ഇൻക്ലൂഡിങ് IGST എന്ന് പറയുന്നത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ ചാർജ് പ്ലസ് IGST ചെയ്യുമ്പോൾ 1,98,741 നമുക്ക് കിട്ടി. അടുത്തത് ടാക്സബിൾ ഇവൻറ്റ് ഫോർ വെയർഹൗസ്ഡ് ഗുഡ്സ് ആണ്. When goods have been deposited into a warehouse and they are removed therefrom for home consumption, the relevant date for determination of rate of duty is the date of presentation of expound bill of entry for home consumption. Home consumption വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പോണ്ട് ബിൽ ഓഫ് എൻട്രി ആണ് നമ്മൾ റേറ്റ് ഓഫ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Example 3, page number 360. An importer imported some goods. Entry inwards granted to the vessel 7th February and the goods were cleared from Chennai port for warehousing on 8th February after assessment. The bill of entry was presented on 1st February for warehousing. Assessable value $10,000. Assume that no additional duty is payable. The goods were warehoused at Chennai and were cleared from Chennai warehouse on 4th March. What is the duty payable while removing the goods from Chennai warehouse on 4th March? Exchange rate and rate of customs duties are as follows. Date of submission of bill of entry for warehousing 1st February ആണ്. Date of entry inwards granted to the vessel 7th February ആണ്. Date of clearance of goods from warehouse 4th March ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് നമുക്ക് ഏതാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എടുക്കേണ്ടതെന്ന് നോക്കാം. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എടുക്കേണ്ടത് ഇവിടെ നമ്മൾ എടുക്കുന്ന ഡേറ്റ് ഓഫ് ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഫ്രം വെയർഹൗസിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വെയർഹൗസ്ഡ് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മുടെ വെയർഹൗസിൽ നിന്ന് ഗുഡ്സ് ക്ലിയർ ആയ ഡേറ്റ്, ആ ഡേറ്റിലെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിരിക്കും ടേക്ക് ചെയ്യുന്നത്. പക്ഷേ സാധാ രീതിയിൽ നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഓർ ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർഡ്സ് ഗ്രാൻഡഡ് ടു ദി വെസൽ വിച്ച് എവർ ഈസ് ലേറ്റർ ആണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അത് വെയർഹൗസിൽ നിന്ന് എപ്പോഴാണോ ക്ലിയർ ചെയ്തത് ആ ഡേറ്റിലെ കസ്റ്റംസ് ഡ്യൂട്ടി ആയിരിക്കും എടുക്കുന്നത്. സോ 12% കസ്റ്റംസ് ഡ്യൂട്ടി ആയിരിക്കും എടുക്കുന്നത്. ഇനി ഏത് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും CBIC പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റേറ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രിക്ക് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ട്. എത്ര രൂപയാണ്? 55 രൂപയാണ്. സോ ആ 55 രൂപയായിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നത്? കസ്റ്റംസ് ഡ്യൂട്ടിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് അസസബിൾ വാല്യൂ കണ്ടുപിടിക്കാം. അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് $10,000 × 55 റുപ്പി വെച്ച് ചെയ്യുമ്പോൾ 5,50,000 അസസബിൾ വാല്യൂ വന്നു. അതിൽ നിന്ന് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 12% കണ്ടുപിടിച്ചു. 5,50,000 12% 66,000 വന്നു. ദെൻ അതിൽ നിന്ന് 10% സോഷ്യൽ വെൽഫെയർ ചാർജസ് 66,000 10% 6,600. അപ്പോൾ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ ചാർജ്, അതായത് 66,000 + 6,600 ചെയ്യുമ്പോൾ 72,600 ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എക്സ്ക്ലൂഡിങ് IGST. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഇമ്പോർട്ടൻറ്റ് ഗുഡ്സ് അണ്ടർ സെക്ഷൻ 12. അത് നമുക്കൊരു ചാർട്ട് ഫോമിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഏത് റേറ്റാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി അറ്റ് ദ ടൈം ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി or rate of duty at the time of entry inwards granted to the vessel whichever is later. Then rate of BCD prevailed on that date is applicable. അതായത് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിലെ റേറ്റോ അല്ലെങ്കിൽ എൻട്രി ഇൻവേർഡ്സ് ഗ്രാൻഡ് ടു ദി വെസലിലേക്ക് ഗ്രാൻഡ് ചെയ്യുന്ന ടൈമിലെ റേറ്റോ വിച്ചെവർ ഈസ് ലേറ്റർ, ഏതാണോ ലേറ്ററിൽ വരുന്നത് ആ ലേറ്ററിലെ പർട്ടിക്കുലർ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഏതാണോ കൊടുത്തിരിക്കുന്നത് അതായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇനി വരുന്ന ഓരോ പ്രോബ്ലത്തിലും ആപ്ലിക്കബിൾ ആണ്. സോ ഈ റൂൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് നമ്മൾ എപ്പോഴാണോ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ വെസലിലേക്ക് ഗുഡ്സ് ഗ്രാൻഡ് ചെയ്യുന്നത്, എൻട്രി ഇൻവേർഡ്സ് ഗ്രാൻഡ് ടു ദി വെസൽ, എപ്പോഴാണ് ആ വെസലിലേക്ക് എൻട്രി ഗ്രാൻഡ് ചെയ്യുന്നത് ആ രണ്ട് ഡേറ്റിലും ഏറ്റവും ലേറ്റർ ആയിട്ട് വരുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റിലെ റെലവൻറ്റ് റേറ്റ് ആയിരിക്കും നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ,
അടുത്തത് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഫോർ ഇമ്പോർട്ടൻറ്റ് ഗുഡ്സ് ആണ് നോക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് CBENCയുടെ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും എടുക്കുന്നത്. ഇനി ഒന്നോ അതിലധികമോ CBENCയുടെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രിയിലെ CBECയുടെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഏതാണോ ആ റേറ്റ് ആയിരിക്കും നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. ഏത് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രിയിലെ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് CBENCയിലെ ആ റേറ്റ് ആയിരിക്കും നമ്മൾ ഇൻ കേസ് മോർ ദാൻ 1 എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, മോർ ദാൻ 1 എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് CBENC അവർ തന്നിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഒന്നോ അതിലധികം ഉണ്ടെങ്കിൽ സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രിയിലെ ഡേറ്റ് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അടുത്ത കേസ് ടാക്സബിൾ ഇവൻറ്റ് ഫോർ എക്സ്പോർട്ടഡ് ഗുഡ്സ് ആണ്. ടാക്സബിൾ ഇവൻറ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ ഇവൻറ്റ് എറൈസസ് ഓൺലി വെൻ പ്രോപ്പർ ഓഫീസർ മേക്ക് ആൻ ഓർഡർ പെർമിറ്റിംഗ് ക്ലിയറൻസ്. എപ്പോഴാണ് പ്രോപ്പർ ഓഫീസർ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ തരുന്നത്, ക്ലിയറൻസിൻ്റെ പെർമിഷൻ തരുന്നത് ആ ടൈമിൽ, ഓർ അൺലോഡിംഗ് ഓഫ് ഗുഡ്സ് ഫോർ എക്സ്പോർട്ടേഷൻ ടുക്ക് പ്ലേസ് അണ്ടർ സെക്ഷൻ 51 ഓഫ് കസ്റ്റംസ് ആക്ട് 1962. അല്ലെങ്കിൽ ഗുഡ്സ് എക്സ്പോർട്ടിന് വേണ്ടി നമ്മൾ എപ്പോഴാണോ ലോഡ് ചെയ്യുന്നത്, ലോഡിംഗ് ഓഫ് ഗുഡ്സ് ആണ്, അൺലോഡിംഗ് അല്ല, ലോഡിംഗ് ഓഫ് ഗുഡ്സ് എപ്പോഴാണോ നടത്തുന്നത് ആ ഒരു ഇവൻറ്റിനെ നമ്മൾ ടാക്സബിൾ ഇവൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. CBIC പ്രിസ്ക്രൈബ് ചെയ്യുന്ന റേറ്റ് തന്നെയായിരിക്കും നമ്മൾ എക്സ്പോർട്ടിന് വേണ്ടിയും ചൂസ് ചെയ്യുന്നത്. അടുത്തത് ഡ്യൂട്ടി ലയബിലിറ്റി ഇൻ സർട്ടൈൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. കുറച്ച് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ നമ്മൾ എങ്ങനെയാണ് ഡ്യൂട്ടി ലയബിലിറ്റി വരുന്നത്. ഈ പറയുന്ന 3 കേസ് നമുക്ക് തിയറി ആയിട്ടും വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലത്തിന് നമുക്ക് ജസ്റ്റ് ഏത് ഡേറ്റ് ആണ് എത്ര നാൾ വരെയൊക്കെ ഉണ്ട് എന്നുള്ളതും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതും പഠിക്കണം. അപ്പം നമുക്കിനി ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കാം. ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ആഫ്റ്റർ എക്സ്പോർട്ടേഷൻ ദെയർ ഫ്രം. നമ്മൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷനാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 363 നമുക്കൊരു പിക്ചർ സഹിതം തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഗുഡ്സ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തത് US-ലേക്കാണ്. 1/1/2018 നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം 1/2/2018 നമ്മളതിനെ തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്തിട്ട് ദ ഇമ്പോർട്ട് ഡ്യൂട്ടി ഷാൽ ബി റെസ്ട്രിക്റ്റഡ് ടു ദി എമൗണ്ട് ഓഫ് ഇൻസെൻറ്റീവ് അവൈൽഡ് ഓഫ് അറ്റ് ദി ടൈം ഓഫ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് ഇൻസെൻറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന് വരെയുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനാണ് ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ആഫ്റ്റർ എക്സ്പോർട്ടേഷൻ ദെയർ ഫ്രം. നമ്മൾ ഇവിടെ നിന്ന് ആദ്യം അങ്ങ് എക്സ്പോർട്ട് ചെയ്തു, എന്നിട്ട് തിരിച്ചത് റീഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇൻസെൻറ്റീവ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഇൻസെൻറ്റീവ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസെൻറ്റീവ് അവൈൽ ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി പിന്നെ അടയ്ക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. അടുത്ത സിറ്റുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടഡ് ഗുഡ്സ് ഹാവ് ബീൻ ഒറിജിനലി എക്സ്പോർട്ടഡ് ടു ദി ഓവർസീസ് സപ്ലയേഴ്സ് ഫോർ റിപ്പയേഴ്സ്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് തിരിച്ചത് എക്സ്പോർട്ട് ചെയ്തു എന്തെങ്കിലും റിപ്പയേഴ്സിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഈ ഒരു കേസിൽ പറയുന്നത് ആദ്യം നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് റിപ്പയേഴ്സിന് വേണ്ടി നമ്മൾ തിരിച്ചത് എക്സ്പോർട്ട് ചെയ്തു. ആ സിറ്റുവേഷനിൽ നോ ഡ്യൂട്ടി അറ്റ് ദ ടൈം ഓഫ് റീ ഇമ്പോർട്ട് വിൽ ബി ലെവീഡ്. നമ്മളത് ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു, ദെൻ തിരിച്ചത് എക്സ്പോർട്ട് ചെയ്തു, ദെൻ റിപ്പയേഴ്സ് കഴിഞ്ഞ് റീ ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡ്യൂട്ടി ലെവി ചെയ്യാൻ പാടില്ല. ഈ ഫ്രീ ഇമ്പോർട്ടഡ് വിത്തിൻ 3 years ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സ്പോർട്ട് നടത്തി 3 വർഷത്തിനുള്ളിൽ റീ ഇമ്പോർട്ട് ചെയ്താലാണ് ഡ്യൂട്ടി ക്ലെയിം ചെയ്യാൻ പറ്റാത്തത്. ആ 3 years എന്നുള്ളത് നമ്മൾ 5 years വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമുണ്ട്. Then the exported and imported goods must be in same form and ownership of the goods should not have been changed. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഗുഡ്സ് അതേ ഫോമിൽ തന്നെ ആവുകയും വേണം. അതിൻ്റെ ഓണർഷിപ്പ് ഒരിക്കലും ചേഞ്ച് ചെയ്യാനും പാടില്ല. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്താൽ വീണ്ടും നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. This concept is not applicable if the repairs amounted to manufacture and export from EPS or EOU. EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിലേക്കോ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണിലേക്കോ ആണ് നമ്മൾ റിപ്പയേഴ്സിന് വേണ്ടി അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ആപ്ലിക്കബിൾ അല്ല. നമുക്കിതിനൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 5 പേജ് നമ്പർ 364. Mr. A imported on AC on 1st January 2018 for rupees 5 lakh from USA. Mr. A has paid import duty for rupees 50,000. Due to some technical problems, the same was exported for want of repairs on 31st January 2018. After incurring some additional cost of repairs and replacement worth rupees 1 lakh,
The same was re-imported on 5th February 2018. The import duty. ഇനി ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മളൊന്ന് എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കുക. 1st January 5 lakh rupeesന്റെ AC നമ്മൾ US-ൽ നിന്നും ഇന്ത്യയിലേക്ക് മിസ്റ്റർ എ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊരു 50,000 ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 31st January 2018 റിപ്പയർസിന് വേണ്ടി ഈ സാധനം നമ്മൾ തിരിച്ച് US-ലേക്ക് അയച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു അഡീഷണൽ കോസ്റ്റ് 1 lakhന്റെ അഡീഷണൽ കോസ്റ്റും വന്നിട്ടുണ്ട് ഒരു റീപ്ലേസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട്. എന്നിട്ട് തിരിച്ച് US-ൽ നിന്ന് നമ്മൾ റീഇമ്പോർട്ട് ചെയ്യുന്നത് 5th February 2018 സോ 3 വർഷത്തിനുള്ളിൽ റീഇമ്പോർട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡ്യൂട്ടി പേ ചെയ്യേണ്ട. പക്ഷേ ഇവിടെ നമുക്ക് അഡീഷണൽ കോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് 5 ലക്ഷം കൂടാതെ റിപ്പയർസിന് വേണ്ടി എക്സ്ട്രാ 1 lakh നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ എക്സ്ട്രാ വന്നിരിക്കുന്ന 1 lakh rupeesന് നമ്മൾ ഇന്ത്യയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണം. So, the import duty in such a case will be restricted on the value of repairs and replacement of rupees 1 lakh. 5 lakhന് ഒരിക്കലും ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കേണ്ട. കാരണം 3 വർഷത്തിനുള്ളിൽ റീഇമ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. സെയിം ഫോമും സെയിം ഓണർഷിപ്പിലുമാണ്. പക്ഷേ അതിൻ്റെ റിപ്പയേഴ്സ് നമുക്കൊരു എക്സ്ട്രാ 1 lakh rupeesന് വന്നിട്ടുണ്ട്. സോ ആ എക്സ്ട്രാ വന്ന 1 lakh rupeesന് നമ്മൾ എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്തിരിക്കണം. ഇതാണ് ഈ സിറ്റുവേഷൻ പറയുന്നത്. അടുത്ത സിറ്റുവേഷൻ, എക്സ്പോർട്ടഡ് ഗുഡ്സ് മേ കം ബാക്ക് ഫോർ റിപ്പയേഴ്സ് ആൻഡ് റീ എക്സ്പോർട്ട്. നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സ് റിപ്പയേഴ്സിനും കാര്യങ്ങൾക്കും വേണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ത്യയിലേക്ക്. എന്നിട്ട് നമ്മൾ റിപ്പയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചത് റീ എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ സെക്കൻഡ് പറഞ്ഞ സിറ്റുവേഷൻ, ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് റിപ്പയേഴ്സ് നടത്താൻ വേണ്ടി തിരിച്ചങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു. എന്നിട്ട് റിപ്പയേഴ്സൊക്കെ അവിടെ നടത്തിയിട്ട് തിരിച്ചത് റീ ഇമ്പോർട്ട് ചെയ്തു. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സ് തിരിച്ചു വന്നു റിപ്പയേഴ്സിന് വേണ്ടിയിട്ട്. റിപ്പയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി നമ്മളത് തിരിച്ച് എക്സ്പോർട്ട് ചെയ്തു, റീ എക്സ്പോർട്ട് ചെയ്തു. ആ ഒരു സിറ്റുവേഷനിൽ നോ ഡ്യൂട്ടി അറ്റ് ദ ടൈം ഓഫ് റീ ഇമ്പോർട്ട് വിൽ ബി ലെവീഡ്. റീ ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഡ്യൂട്ടി ക്ലെയിം ചെയ്യാൻ പാടില്ല, ലെവി ചെയ്യാൻ പാടില്ല. അതിൻ്റെ കണ്ടീഷൻസ്, ദ ടൈം ലിമിറ്റ് ഫോർ റീ ഇമ്പോർട്ട് ഷുഡ് ബി വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് ചെയ്ത് 3 വർഷത്തിനുള്ളിൽ റീ ഇമ്പോർട്ട് ചെയ്തിരിക്കണം. റീ ഇമ്പോർട്ട് അതായത് നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തല്ലോ ആദ്യം, അത് കഴിഞ്ഞിട്ട് ആ ഗുഡ്സ് 3 വർഷത്തിനുള്ളിൽ നമുക്ക് റീ ഇമ്പോർട്ട് ചെയ്ത് കിട്ടിയിരിക്കണം. ഇൻ കേസ് എക്സ്പോർട്ട് ടു നേപ്പാൾ, നമ്മൾ നേപ്പാളിലേക്കാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റീ ഇമ്പോർട്ട് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് 10 years വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീ ഇമ്പോർട്ട് നടത്തി നമ്മൾ റിപ്പയേഴ്സും കാര്യങ്ങളും ചെയ്ത് റീ എക്സ്പോർട്ട് ചെയ്യുന്നത് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇമ്പോർട്ട്. ഇമ്പോർട്ട് ചെയ്ത് 6 monthsനുള്ളിൽ തിരിച്ച് റീ എക്സ്പോർട്ട് ചെയ്യണം. ആ 6 months നമ്മൾ 12 months വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇമ്പോർട്ടർ അറ്റ് ദ ടൈം ഓഫ് ഇമ്പോർട്ടൈസേഷൻ എക്സിക്യൂട്ട് എ ബോണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ബോണ്ട്, ഇമ്പോർട്ടൈസേഷൻ ചെയ്യുന്ന ടൈമിൽ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. The re-importation is for reprocessing, refining or remaking. Then the time limit for re-importation should be within 1 year from the date of exportation. നമ്മൾ എന്തെങ്കിലും റീപ്രോസസ്സിങ്ങിനോ റിഫൈനിങ്ങിനോ റീമേക്കിങ്ങിനോ വേണ്ടിയിട്ടാണ് റീഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റീഇമ്പോർട്ടേഷന് വേണ്ട ടൈം 1 year വരെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ടഡ് ഗുഡ്സ് മേ കം ബാക്ക് ഫോർ റിപ്പയേഴ്സ് ആൻഡ് റീ എക്സ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ വരുന്നത് 3 years വരെയാണ് തന്നിരിക്കുന്നത്. നേപ്പാളിലേക്കാണെങ്കിൽ 10 years വരെയുണ്ട്. അതിന് റീ എക്സ്പോർട്ട് നടത്തുന്നത് 6 മാസത്തിനുള്ളിലാണ്, അല്ലെങ്കിൽ അത് 1 year വരെ എക്സ്റ്റെൻഡ് ചെയ്ത് 12 months വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടൈസേഷൻ ബോണ്ട് അല്ലെങ്കിൽ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. ഇമ്പോർട്ടൈസേഷൻ ചെയ്യുന്നത് റീപ്രോസസ്സിങ്ങിനോ റിഫൈനിങ്ങിനോ റീമേക്കിങ്ങിനോ ആണെന്നുണ്ടെങ്കിൽ റീ ഇമ്പോർട്ടൈസേഷൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് വിത്തിൻ 1 year ആയിരിക്കും. ഇതാണ് ഈ 3 സിറ്റുവേഷൻ, ഡ്യൂട്ടി, ലയബിലിറ്റി ഇൻ സം സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് പറയുന്നത്. ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് നോ ഡ്യൂട്ടി വിൽ ബി ലെവീഡ്. ഇവിടെ പറയുന്നത് പിലിഫറേജിൻ്റെ കേസാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ പിലിഫറേജ് എന്നൊന്നും പറയുന്നുണ്ടാവില്ല, സെക്ഷൻ 13 എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഓർത്തേക്ക്, സെക്ഷൻ 13 എന്ന് പറയുന്നത് പിലിഫറേജിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമ്മളോട് പറയുന്നത് നോ ഡ്യൂട്ടി ഈസ് പേയബിൾ ഇഫ് ദ പിലിഫറേജ് ഫൗണ്ട് ബിഫോർ ഗുഡ്സ് ക്ലിയർഡ് ഫ്രം കസ്റ്റംസ്. കസ്റ്റംസിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിലിഫറേജ് കണ്ടുപിടിച്ച ഡ്യൂട്ടി പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പറയുന്നത് ഇമ്പോർട്ടർ ഡസ് നോട്ട് ഹാവ് ടു പ്രൂവ് പിലിഫറേജ്. ഇമ്പോർട്ടർ പിലിഫറേജിൻ്റെ കാര്യം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദ ഡ്യൂട്ടി ഈസ് പെയ്ഡ് ബിഫോർ ഫൈൻഡിങ് ദി പിലിഫറേജ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡ്യൂട്ടി പേ ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ സെക്ഷൻ 13 പിലിഫറേജ് എന്ന് പറയുന്ന സെക്ഷൻ 13 നമ്മൾ വെയർഹൗസ്ഡ് ഗുഡ്സിന് അപ്ലൈ ചെയ്യില്ല. ഇനി താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് എക്സംഷൻ ഫ്രം ഡ്യൂട്ടി പിലിഫറേജിൻ്റെ കേസിൽ കിട്ടുള്ളൂ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ, ദ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഷുഡ് ഹാവ് ബീൻ
പിലിഫറേറ്റ്, ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സ് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവണം. ദെൻ ദ പിലിഫറേജ് should have occurred after the goods are unloaded, but before the proper officer makes the order of clearance for home consumption or for deposit into warehouse. എപ്പോഴൊക്കെയാണ് ഈ ഒരു പറയുന്ന ഗ്യാപ്പിൽ നടന്നാൽ മാത്രമാണ് നമുക്ക് പിലിഫറേജിനകത്ത് എക്സംഷൻ കിട്ടത്തുള്ളൂ. ഏതൊരു സാഹചര്യങ്ങൾക്കിടയിലാണെന്ന് ചോദിച്ചാൽ ആഫ്റ്റർ ദ ഗുഡ്സ് ആർ അൺലോഡഡ്, ഗുഡ്സ് അൺലോഡ് ചെയ്തതിന് ശേഷമോ, ബട്ട് ബിഫോർ പ്രോപ്പർ ഓഫീസർ മേക്സ് ദി ഓർഡർ ഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. അതായത് പ്രോപ്പർ ഓഫീസർ ഹോം കൺസംഷന് വേണ്ടിയിട്ടുള്ള ക്ലിയറൻസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പോ. ഇങ്ങനെയാണ് ഗുഡ്സ് അൺലോഡ് ചെയ്തതിന് ശേഷമോ പ്രോപ്പർ ഓഫീസർ ഹോം കൺസംഷന് വേണ്ടിയിട്ടുള്ള ഓർഡർ ഫോർ ക്ലിയറൻസ് ക്ലിയർ ചെയ്യുന്ന ടൈമിന് മുമ്പോ, ഓർ ഡെപ്പോസിറ്റ് ഇൻ ടു വെയർഹൗസിലേക്ക് ഗുഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പോ. ഇത്രയും സിറ്റുവേഷൻ്റെ നടുക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് എക്സംഷൻ കിട്ടത്തുള്ളൂ, ഈ സെക്ഷൻ 13 നിന്ന് നമുക്ക് എക്സംഷൻ കിട്ടത്തുള്ളൂ. The pilfered goods should not have been restocked back to the importer. പിലിഫർ ചെയ്ത ഗുഡ്സ് നമ്മൾ ഒരിക്കലും ഇമ്പോർട്ടറിന് എന്ത് ചെയ്യണ്ട, റീസ്റ്റോക്ക് ചെയ്ത് കൊടുക്കണ്ട. ഇനി അടുത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. ഇഫ് ഗുഡ്സ് ആർ പിലിഫറേറ്റ് ആഫ്റ്റർ ദി ഓർഡർ ഓഫ് ക്ലിയറൻസ് ഈസ് മെയ്ഡ് ബട്ട് ബിഫോർ ദി ഗുഡ്സ് ആർ ആക്ച്വലി ക്ലിയർഡ്, അതായത് ഗുഡ്സ് ഓർഡർ ഓഫ് ക്ലിയറൻസ് ഇഷ്യൂ ചെയ്തു, പക്ഷേ ആക്ച്വൽ ക്ലിയറൻസ് ഗുഡ്സിൻ്റെ നടന്നിട്ടില്ല. ആ ഒരു ടൈമിലാണെങ്കിൽ നമുക്ക് സെക്ഷൻ 13 ആപ്ലിക്കബിൾ അല്ല. നമുക്ക് എപ്പോഴാണ് ആപ്ലിക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് അൺലോഡ് ചെയ്തതിന് ശേഷവും, പക്ഷേ നമ്മുടെ പ്രോപ്പർ ഓഫീസർ ഓർഡർ ഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ തരുന്നതിന് മുമ്പ് നമ്മൾ പിലിഫറേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സംഷൻ കിട്ടും. പക്ഷേ ഓർഡർ ഫോർ ക്ലിയറൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം, പക്ഷേ ആക്ച്വലി ഗുഡ്സ് ക്ലിയർ ചെയ്തതിന് മുമ്പ് നമ്മൾ പിലിഫറേജ് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, സെക്ഷൻ 13 ആപ്ലിക്കബിൾ അല്ല, നമ്മളവിടെ ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. സെക്ഷൻ 13 ഡീൽസ് ഓൺലി വിത്ത് പിലിഫറേജ്, ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ലോസ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ്. ലോസ് ഓർ ഡിസ്ട്രക്ഷൻ ഒന്നും ആപ്ലിക്കബിൾ അല്ല, പിലിഫറേജിൻ്റെ കേസിൽ മാത്രമാണ് സെക്ഷൻ 13 നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. Provision of section 13 would not apply if it can be shown that pilferage took place prior to the unloading of goods. ഗുഡ്സ് അൺലോഡ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ പിലിഫറേജ് കണ്ടുപിടിച്ചതെന്നുണ്ടെങ്കിലും സെക്ഷൻ 13 ആപ്ലിക്കബിൾ അല്ല. In case of pilferage, only section 13 applies and remission of duty under section 23 subsection 1 is not permissible. പിലിഫറേജിൻ്റെ കേസിൽ സെക്ഷൻ 13 മാത്രമാണ് ആപ്ലിക്കബിൾ ഉള്ളൂ, റെമിഷൻ ഓഫ് ഡ്യൂട്ടിയുടെ സെക്ഷൻ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് ഗുഡ്സ് ആർ പിലിഫറേജ്ഡ് ആഫ്റ്റർ ദി ഓർഡർ ഓഫ് ക്ലിയറൻസ് ആൻഡ് ഈസ് മെയ്ഡ് ബട്ട് ബിഫോർ ദി ഗുഡ്സ് ആർ ആക്ച്വലി ക്ലിയർഡ്, ഡ്യൂട്ടി ഈസ് ലെവിയബിൾ. ഡ്യൂട്ടി ലെവിയബിൾ അല്ല, കാരണം ഓർഡർ ഫോർ ക്ലിയറൻസ് കഴിഞ്ഞതിന് ശേഷവും പക്ഷേ ആക്ച്വൽ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പുമാണ് നമ്മൾ പിലിഫറേജ് കണ്ടുപിടിച്ചത്. സോ ഡ്യൂട്ടി ലെവി ചെയ്യുമോ ചോദിച്ചാൽ ഡ്യൂട്ടി ലെവി ചെയ്യും, എക്സംഷൻ നമുക്ക് കിട്ടില്ല. യെസ്, ഇമ്പോർട്ടർ ഹാസ് ടു പേ ഡ്യൂട്ടി. പക്ഷേ ഇവിടെ നമുക്ക് നമ്മൾ പിലിഫറേജ് കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഈ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ടൈമിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കണം, ഡ്യൂട്ടി കൊടുക്കണം. നമുക്ക് കുറച്ച് ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ടേംസ് നമുക്ക് വൺ വേർഡിലും ഒക്കെ വരുന്നതാണ്. ഫസ്റ്റ്, ഡെറിലിക്റ്റ് എന്ന് പറഞ്ഞാൽ വെസൽസ് ഓർ കാർഗോ വിച്ച് ആർ അബാൻഡൻഡ് ഇൻ സീ വിത്തൗട്ട് എനി ഹോപ്പ് ഓഫ് റിക്കവറിങ് ഇറ്റ്. നമ്മൾ ഡെറിലിക്റ്റ് എന്ന് പറഞ്ഞാൽ ആ വസ്തു ഒഴിവാക്കുവാണ്, സീയിൽ നിന്ന് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് ആ വെസലിലെ കാർഗോയിലുള്ള വസ്തുക്കളെ നമ്മൾ ഒഴിവാക്കി വിടുകയാണ്. അതിനാണ് നമ്മൾ ഡെറിലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ജെറ്റ്സം ആണ്. ജെറ്റ്സം മീൻസ് വെയർ ഗുഡ്സ് ആർ കാസ്റ്റ് ഇൻ ടു സീ ടു റെഡ്യൂസ് വെയിറ്റ് ഓഫ് ഷിപ്പ് ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സിങ്കിങ് ആൻഡ് ദ ത്രോൺ ഗുഡ്സ് സിങ്ക്. അതായത് നമ്മുടെ ഷിപ്പിൻ്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഷിപ്പിൻ്റെ സൈഡിൽ ഓരോ വസ്തുക്കൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന വസ്തുക്കൾ നമ്മൾ എടുത്തു കളയാറുണ്ട്. അപ്പോൾ ആ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷിപ്പ് മുങ്ങുന്നതിൽ നിന്ന് ഷിപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സാധനങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നതിനെ, ആ ഗുഡ്സിനെ നമ്മൾ സീയിലേക്ക് വെറുതെ ഒഴുക്കി വിടുന്നതിനെയാണ്, ആ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളയുന്നതിനെയാണ് നമ്മൾ ജെറ്റ്സം എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലോട്ട്സം ആണ്. ഫ്ലോട്ട്സം നമുക്ക് ആ ഫ്ലോട്ട് എന്ന് പറയുന്ന വേർഡ് തന്നെ ഉണ്ട്, ഒഴുകി നടക്കുക എന്നുള്ളത്. ഫ്ലോട്ട്സം മീൻസ് വെൻ ഗുഡ്സ് കണ്ടിന്യൂ ടു ഫ്ലോട്ട് ആഫ്റ്റർ ത്രോൺ ഇൻ സീ. നമ്മൾ സീയിലേക്ക് ആ സാധനം വലിച്ചെറിയാണ്, നമുക്ക് അത് വേണ്ടാന്നുള്ള രീതിക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ മുങ്ങുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒഴുക്കി വിടും. അതിനാണ് നമ്മൾ ഫ്ലോട്ട്സം എന്ന് പറയുന്നത്.
അടുത്തത് വ്രക്കാണ്. വ്രക്കറിയാൻ നമുക്ക് എന്താണ് നമ്മുടെ ഷിപ്പൊക്കെ ആണെങ്കിൽ വ്രക്ക് എന്ന് പറഞ്ഞാൽ നടുക്കെ വെച്ച് മീൻസ് രണ്ടായി പോവുക, പിളർന്ന് പോവുകയൊക്കെ ചെയ്യുന്നതിനാണ് വ്രക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എവിടെ ചെന്ന് ഇടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. വ്രക്ക് മീൻസ് കാർഗോ ഓർ വെസൽ ഓർ എനി പ്രോപ്പർട്ടി വിച്ച് ആർ കാസ്റ്റ് അഷോർ ബൈ ടൈഡ്സ് ആഫ്റ്റർ ഷിപ്പ് വ്രക്ക്. ഷിപ്പ് വ്രക്ക് നടുങ്ങനെ കീറിയതിന് ശേഷം ഈ കാറ്റ്, ടൈഡ്സൊക്കെ, തിരമാലകളൊക്കെ വന്ന് നമ്മുടെ ആ ഒരു ഷിപ്പിനെ നശിപ്പിക്കുന്നത് വ്രക്ക്. അത് നശിച്ച് രണ്ടായി പിളർന്ന് പോകുന്നതിനെയാണ് നമ്മൾ വ്രക്ക് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് എബേറ്റ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ഓൺ ഡാമേജ്ഡ് ഗുഡ്സ് ഓർ ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സിന് നോക്കാം. എബേറ്റ്മെൻറ്റ് ഓഫ്, അതായത് നമ്മൾ ഡാമേജ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെയോ ഡിറ്റീരിയോറേറ്റ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെയോ ഒക്കെ വാല്യൂ നമ്മൾ ആ ഡിറ്റീരിയോറേഷൻ്റെ ടൈമിലുള്ള, അതായത് ഡിറ്റീരിയോറേഷൻ നടക്കുന്നതിന് മുമ്പുള്ള ഡ്യൂട്ടിയിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനുള്ള അനുമതിയുണ്ട്. അതിന് എങ്ങനെയാണ് അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. എമൗണ്ട് ഓഫ് ഡ്യൂട്ടി ചാർജബിൾ ആഫ്റ്റർ എബേറ്റ്മെൻറ്റ് നടന്നതിന് ശേഷമാണ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ബിഫോർ ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ, ഗുഡ്സ് ഡാമേജ് ചെയ്യുന്നതിന് മുമ്പുള്ള ഡ്യൂട്ടിയിൽ നിന്ന് നമ്മൾ എന്താണ് കുറയ്ക്കേണ്ടത്? വാല്യൂ ഓഫ് ഡാമേജ്ഡ് ഓർ ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഗുഡ്സ് ബിഫോർ ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ. എന്താണ്? ബിഫോർ ഡിറ്റീരിയോറേഷന് മുമ്പുള്ള വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ബിഫോർ ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ. ഡാമേജ് നടക്കുന്ന ടൈമിലുള്ള ഗുഡ്സിൻ്റെ ഡ്യൂട്ടി നമ്മൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് നമുക്ക് പറയുന്നതിലും ഭേദം എക്സാമ്പിൾ 9 നോക്കുവാണ്, പേജ് നമ്പർ 368. എക്സ് ലിമിറ്റഡ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഫ്രം USA for ₹50,000. ആഫ്റ്റർ ഡാമേജ് ദിസ് ഗുഡ്സ് വാല്യൂഡ് ബൈ കസ്റ്റംസ് ഓഫീസർ ഈസ് ₹10,000. അതായത് ലോസ്റ്റ് നടന്നതിന് ശേഷം, ഡാമേജ് നടന്നതിന് ശേഷം ഈ ഗുഡ്സ് വാല്യൂ ചെയ്തിരിക്കുന്നത് 10,000 ആണ്. അതിനു മുമ്പ് ശരിക്കും ഗുഡ്സ് 50,000 ഉണ്ടായിരുന്നു. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ദി വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ലെവീഡ് ₹6,180. 6,180 നമ്മൾ എന്ത് വാല്യൂ ചെയ്തിരിക്കുന്നത്? ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി വാല്യൂ ചെയ്തിരിക്കുന്നത്. Imported goods have been damaged after unloading of goods in India, but before their examination for assessment by customs authorities. ആ ഒരു ടൈമിൽ നമുക്ക് ഡ്യൂട്ടി അവൈൽ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ മുകളിലൊരു ചാർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ടാണ് എടുത്ത് പറയാതിരുന്നത്. എപ്പോഴാണ് നമുക്ക് ഡ്യൂട്ടി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമേജിനുള്ള ഡ്യൂട്ടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ആഫ്റ്റർ അൺലോഡിങ് ഓഫ് ഗുഡ്സ് ഇൻ ഇന്ത്യ ബട്ട് ബിഫോർ ദെയർ എക്സാമിനേഷൻ ഫോർ അസസ്മെൻറ്റ് ഓഫ് കസ്റ്റംസ് അതോറിറ്റീസ്. കസ്റ്റംസ് അതോറിറ്റി നടത്തുന്നതിന് മുമ്പും അൺലോഡിങ് ഓഫ് ഗുഡ്സ് നടന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഇതിൻ്റെ ഡ്യൂട്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുക, പിലിഫറേജിൻ്റെയൊക്കെ പോലെ തന്നെ. ആൻഡ് സച്ച് ഡാമേജ് ഈസ് നോട്ട് ഡ്യൂ ടു എനി വിൽഫുൾ ആക്ട് ഓഫ് എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിൻ്റെ വിൽഫുൾ ആക്ട് ആയിട്ടല്ല, വിൽഫുൾ ആക്ട് പ്രകാരമാണെങ്കിൽ നമുക്ക് ഈ ഡ്യൂട്ടി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ഡ്യൂട്ടിയാണ് എക്സ് ലിമിറ്റഡ് പേ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ അവരിപ്പോൾ പേ ചെയ്തിരിക്കുന്നത് 6,180 ആണ്. സോ നമ്മൾ ആ പേജ് നമ്പർ 368 ഇക്വേഷൻ തന്നിരിക്കുന്നത് നോക്കുക. ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ബിഫോർ ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 6,180. അപ്പോൾ 6,180 നമുക്ക് ഡ്യൂട്ടി നമ്മൾ പേ ചെയ്തിരിക്കുന്നു, അതെടുത്തു. അതിൽ നിന്ന് വാല്യൂ ഓഫ് ഡാമേജ്ഡ് ഓർ ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സ്, ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ 50,000 ആയിരുന്നു ഗുഡ്സിൻ്റെ വാല്യൂ. പക്ഷേ നമ്മൾ ഈ ഡാമേജ്ഡ് ആയി കഴിഞ്ഞിട്ട് ഈ ഗുഡ്സിൻ്റെ വാല്യൂ 10,000 ആണ്, വിച്ച് മീൻസ് 40,000 ഗുഡ്സ് നമുക്ക് ലോസ്റ്റ് ആയി. അപ്പോൾ ഡാമേജ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ 40,000 ആണ്. ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഗുഡ്സ് ബിഫോർ ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ, ഡാമേജ് നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ വാല്യൂ 50,000 ആണ്. സോ ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ബിഫോർ ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ. ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ബിഫോർ ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ എന്ന് പറയുന്നത് 6,180 ആണ്. സോ 40,000 ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 6,180 ചെയ്യുമ്പോൾ നമുക്ക് 4,944 കിട്ടും. അപ്പോൾ നമുക്ക് 6,180 നിന്ന് 4,944 കുറയ്ക്കുമ്പോൾ 1,236 കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ എബേറ്റ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീന് നമ്മൾ പേ ചെയ്യേണ്ട ഡ്യൂട്ടി 4,944 ആണ്. ഇതാണ് നമ്മുടെ കസ്റ്റംസ് ലോയിലെ ഫസ്റ്റ് സ്റ്റഡി നോട്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.